പള്ളിയിലോ അയൽപക്കത്തോ സങ്കടകരമായ കാര്യങ്ങളുണ്ടായാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? ചിലർ അത് വാട്സാപ്പിലൂടെ കൊട്ടിഘോഷിക്കും, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലിടും. അതൊന്നുമില്ലാത്ത മറ്റുള്ളവർ ഊമക്കത്തിലൂടെയോ അടക്കം പറഞ്ഞോ ആ വാർത്ത പ്രചരിപ്പിക്കും. കാനാവിലെ രക്ഷിതാക്കൾ നാണക്കേട് ഭയന്ന് രഹസ്യമാക്കി വെച്ച അവരുടെ ഇല്ലായ്മ അല്ലെങ്കിൽ തികയായ്മ മറിയ യേശുവിനെ രഹസ്യമായി അറിയിക്കുന്നു. ഈ രഹസ്യമാണ് കൽഭരണികളിൽ നിറഞ്ഞ വെള്ളം. യേശു വെള്ളത്തെ വീഞ്ഞാക്കിയതും രഹസ്യമായാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെയും ഇല്ലായ്മകളെയും രഹസ്യമാക്കി വയ്ക്കുന്നതാണ് അത്ഭുതം. ഇത്തരം ചില സാമാന്യ മര്യാദകൾ തിരിച്ചുപിടിക്കാൻ ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കട്ടെ.